ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു സന്തോഷത്തിൻ്റെ ദിവസമാണ്. കാരണം ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയുടെ കൂടെ വയനാട്ടിലേക്കൊരു ട്രിപ്പ് പോവുകയാണ്. 1 ഡേ സ്റ്റേ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരെയായിട്ട് ഞാൻ പരിചയപ്പെടുന്നില്ല കേട്ടോ, കാരണം അതിന് ഒരുപാട് സമയം വേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം. ഇത് ഞങ്ങളുടെ അച്ചമ്മയാണ്. അച്ചമ്മ ഈ ഒരു പ്രായത്തിലും വളരെ എനർജറ്റിക്കാണ്. ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ മുതൽ അച്ചമ്മയും ഉണ്ട് എന്നുള്ള കാര്യം ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അച്ചമ്മ വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴും കാര്യമായ ഹെൽത്ത് ഇഷ്യൂവോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അച്ചമ്മ ഞങ്ങളുടെ കൂടെ വരുന്നതിൽ പരം സന്തോഷം വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരുടെയും ഫേസിലുള്ള സന്തോഷം കണ്ടോ, അത് തന്നെയാണ് ഞങ്ങൾക്കും വേണ്ടിയിരുന്നത്. എൻ്റെ മാരേജിന് ശേഷം കാര്യമായിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയുടെ കൂടെ അടുക്കാനൊന്നും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഹസ്ബൻഡിൻ്റെ കൂടെ അബ്രോഡ് പോയി, പിന്നെ കുറച്ച് അവിടെയായിരുന്നു. അങ്ങനെ നാട്ടിലുള്ള മാരേജ് ഫംഗ്ഷനും ഒന്നും തന്നെ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു ട്രിപ്പ് എനിക്കും എൻ്റെ ഹസ്ബൻഡിനും പങ്കെടുക്കാൻ പറ്റി. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി മെമ്പേഴ്സുമായിട്ട് ഒരുപാട് അടുക്കാൻ പറ്റി. അത് തന്നെ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ശരിക്കും വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ട്രിപ്പ് തന്നെയായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ എന്നെ കാണിച്ചില്ലെന്ന് വേണ്ട, അങ്ങനെ ഞാനും കയറി. ഒരാളെ കൂടെ ഞാൻ പരിചയപ്പെടുത്താം. ഇതാണ് ഞങ്ങളുടെ ടൂറിൻ്റെ കോർഡിനേറ്റർ ഷിബിനേട്ടൻ. ഏത് കാര്യങ്ങളും എല്ലാവരുടെ ഹെൽപ്പോടുകൂടെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ട്രിപ്പ് ആകുമ്പോൾ നമുക്ക് എന്തായാലും ഡാൻസ് ചെയ്യേണ്ടതല്ലേ, അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ഡാൻസും കാര്യങ്ങളൊക്കെ കാണാം. നമ്മുടെ അമ്മമാരുടെ ഡാൻസ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. കാരണം ഏത് ജനറേഷനിലെ പാട്ട് വെച്ചാലും അവർ പെർഫെക്റ്റായിട്ട് സ്റ്റെപ്പൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്കിതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. കാരണം നമ്മൾ അവർക്കൊരു അവസരം കൊടുക്കുമ്പോൾ അവരതിൻ്റെ 100% നമുക്ക് തിരിച്ചു നൽകുന്നുണ്ട്. അവർക്കാവുന്ന രീതിയിലൊക്കെ അവർ സ്റ്റെപ്പിട്ടു. നമ്മുടെ സ്റ്റെപ്പൊക്കെ നോക്കി അവർ കളിക്കുന്നുണ്ടായിരുന്നു. എല്ലാം കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ്. ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് മുതൽ എല്ലാവരുടെയും ഫേസിൽ ഒരു പ്രത്യേകതര സന്തോഷം തന്നെയാണ് കാണാൻ വേണ്ടി പറ്റിയിരുന്നത്. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ്. അങ്ങനെ നല്ല രീതിയിൽ ഡാൻസൊക്കെ കളിച്ച് തളർന്ന് ഞങ്ങൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇവിടെ വാഷ്റൂം ഫെസിലിറ്റിയൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് തന്നെയാണ് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഫുഡ് കഴിക്കുന്നത്. ഇനി തുഷാരഗിരിയിലേക്കാണ്. അങ്ങനെ തുഷാരഗിരിയിലെത്തി. നമ്മൾ ഏറ്റവും കൂടുതൽ കെയർ ചെയ്തതും അച്ചമ്മയെ തന്നെ ആയിരുന്നു. പിന്നെ നമുക്ക് നമ്മുടെ ഫാമിലിയിൽ കിട്ടിയൊരു പ്ലസ് പോയിൻ്റ് എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡും അവരുടെ കസിൻസും എല്ലാവരും ഒരു 1 3 ഇയേഴ്സിൻ്റെ ഗ്യാപ്പിലാണ് മാരേജ് കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ ഫാമിലിയിലേക്ക് വന്നു ചേർന്ന ഞാനടക്കമുള്ള ആൾക്കാർ എല്ലാവരും ഒരേ ഏജ് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ജനറേഷൻ ഗ്യാപ്പൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരുടെ കൂടെയും കട്ടക്ക് നിൽക്കുന്ന ഒരു ഫാമിലി തന്നെയാണിത്. ഇങ്ങനെ എന്തിനും ഏതിനും കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നവരുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്ത് വേണം അല്ലേ? അറ്റ്ലീസ്റ്റ് ഒരു സോങ് പോലും ഇല്ലാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം, നമുക്ക് ഈ വീഡിയോ വെച്ചിട്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവും, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു. ആസ് യൂഷ്വൽ അടുത്തത് നമ്മുടെ ഫോട്ടോ സെക്ഷൻ തന്നെയാണ്. ഒരു ഫാമിലിയെ കംപ്ലീറ്റ് ഒരു ഫ്രെയിമിൽ കെട്ടുമ്പോൾ അത് പിന്നീട് കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ഹാപ്പിനെസ് അത് വേറെ തന്നെയാണ്. അങ്ങനെ ആ ഒരു സമയത്ത് അറ്റ് എ ടൈം ഞങ്ങൾ തന്നെയായിരുന്നു അവിടെ ഫുള്ളി ഉണ്ടായിരുന്നത്. പല പോസൊക്കെ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അറ്റ് ലാസ്റ്റ് നമുക്ക് നല്ല രീതിയിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടി. ഫോട്ടോ സെക്ഷന് ശേഷം നമ്മൾ സ്പ്ലിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കയ്യിൽ കെട്ടിയവരൊക്കെ വെച്ചിട്ട് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഷോ ആരംഭിച്ചു.
ഇതൊന്നും കണ്ട് ആരും ഭയപ്പെടേണ്ട. കാരണം ഇതൊരു ഷോ മാത്രമല്ല, ഞങ്ങളുടെ ജീവനാണ്. കാരണം ആ പാലത്തിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നവരെ കണ്ടോ, അവരെ പോലും ഞങ്ങളവിടെ നിർത്തി കഷ്ടപ്പെട്ടാണ് ഈ ഒരു വീഡിയോ ഒക്കെ എടുക്കുന്നത്. എന്തിനാണ് ഏതിനാണ് എന്നൊരു ഐഡിയ ഇല്ലെങ്കിലും നമുക്കെല്ലാവരും ഇതിൽ പങ്കെടുക്കണം, നമുക്ക് അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അതിനു വേണ്ടിയുള്ള കഷ്ടപ്പാടുകളാണിതൊക്കെ. പിന്നീട് വെറുതെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കി, പക്ഷേ അതും നല്ല രീതിയിൽ ഫ്ലോപ്പായി അവിടെ അവസാനിപ്പിച്ചു. അങ്ങനെ എല്ലാവരെയും കിട്ടുമ്പോൾ ഞങ്ങൾ ഓരോ വീഡിയോ അവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ അമ്മമാരും കൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ റിസോർട്ടിലെത്തി. മൗണ്ടെയിൻ വൈബ്സ് എന്നാണ് റിസോർട്ടിൻ്റെ പേര്. നല്ലൊരു റിസോർട്ട് തന്നെയായിരുന്നു, എല്ലാ ആക്ടിവിറ്റീസും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഓരോ ഐറ്റംസ് കൊണ്ടുവന്നിട്ടാണ് ഞങ്ങൾ ഇന്ന് ലഞ്ച് കഴിച്ചത്. അപ്പോൾ എല്ലാവരുടെയും ടേസ്റ്റ് ചെയ്തു. നല്ല രീതിയിലുള്ള ഫുഡായിരുന്നു, ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് കഴിക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ആഫ്റ്റർ ലഞ്ചിന് ശേഷം നമ്മുടെ പയ്യൻസ് അവരുടെ ക്രിക്കറ്റ് കളി തുടങ്ങി. ഇപ്പോൾ കഥയിലെ നായികമാർ കംപ്ലീറ്റ് വിശ്രമത്തിലാണ് കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളെയും ക്രിക്കറ്റിൽ കൂട്ടാമെന്ന് അവർ സമ്മതിച്ചു. നമ്മളായിട്ട് റിക്വസ്റ്റ് ഒന്നും ചെയ്തതല്ല, എന്നാലും ഞങ്ങളെയും കൂടെ കൂട്ടിയാൽ കുറച്ചും കൂടെ എൻ്റർടൈൻ ആയിരിക്കുമെന്ന് അവർ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ അവർ വിചാരിച്ചത് കംപ്ലീറ്റ് തെറ്റിപ്പോയി. അരുണേട്ടൻ നമുക്ക് ഇൻസ്ട്രക്ഷനൊക്കെ തരികയാണ്. ഇവിടെ തരുന്നത് കള്ളക്കളിയൊന്നും കളിക്കാൻ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അറ്റ് ലാസ്റ്റ് ആയപ്പോൾ അരുണേട്ടനും വിഷ്ണുവേട്ടനും കൂടെ ഏറ്റവും കൂടുതൽ കള്ളക്കളി കളിച്ചതിൻ്റെ അവാർഡും സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് ഇതിലെ ഒരു ചതി അവർക്ക് മനസ്സിലായത്. കാരണം ഞങ്ങൾക്ക് ക്രിക്കറ്റിൻ്റെ ബാലപാഠങ്ങൾ പോലും അറിയില്ലെന്ന സത്യം അവർക്ക് മനസ്സിലായി. എന്നാലും ഇത്തരം സന്ദർഭങ്ങളിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഞങ്ങളെക്കാൾ വലിയൊരു നാക്ക് ദൈവം തന്നത് എന്തുകൊണ്ടും നന്നായി. ഈ ഒരു ഐഡിയ പ്രിൻസേച്ചിയുടേതായിരുന്നു. നമുക്ക് ക്രിക്കറ്റ് ആര് ഏത് എന്ത് എന്നൊന്നും അറിയില്ലെങ്കിലും നമ്മൾ നല്ല രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് കുറച്ച് പണിയും കിട്ടിയിട്ടുണ്ടായിരുന്നു, നല്ല ചൊറിച്ചിലുണ്ടായിരുന്നു. അടുത്തതായിട്ട് സർഗേഷിയുടെ ആ ബാറ്റിംഗ് ആരും കാണാതെയും പോകരുത്. ഞാൻ തന്നെയാണോ ഇത് ചെയ്തത് എന്നുള്ളൊരു എക്സ്പ്രഷൻ അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. നമ്മുടെ പെൺപടയിൽ അത്യാവശ്യം ക്രിക്കറ്റ് അറിയാമായിരുന്നത് അശ്വിനേച്ചിക്കാണ്. അശ്വിനേച്ചി നല്ല രീതിയിൽ തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒരാളെ ഞാൻ പരിചയപ്പെടുത്താം. ഇപ്പോൾ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫാമിലിയിലെ ഏറ്റവും പുതിയ അതിഥിയാണ് കേട്ടോ, സുരഭി. ഒരു നിമിഷം ഇത് ക്രിക്കറ്റിൽ നിന്ന് മാറി ഹോക്കിയൊക്കെ ആയി പോയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കഷ്ടപ്പാട് നമുക്കല്ലേ അറിയൂ എന്നായിരിക്കും ഇപ്പോൾ സുരഭി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക. ക്രിക്കറ്റിൻ്റെ ABCD ഞങ്ങൾക്കറിയില്ലെങ്കിലും ചിയർ ഗേൾ സെക്ഷനിൽ ഞങ്ങൾ തകർത്താടി എന്ന് തന്നെ പറയാം. കൂട്ടത്തിൽ നമുക്ക് സപ്പോർട്ട് നല്ല രീതിയിൽ വിഷ്ണുവേട്ടന് തന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. മൂപ്പരുടെ വൈബ് വേറെ തന്നെയാണ്. മൂപ്പർ എന്തിനും ഏതിനും റെഡി. അടുത്തത് എൻ്റെ ബാറ്റിംഗ് ആണ്. ക്രിക്കറ്റിൻ്റെ ABCD അറിയാത്ത ഞാൻ ക്രിക്കറ്റിൽ എനിക്ക് ഒരു ബോൾ പോലും അടിക്കാൻ പറ്റാത്തത്, അതിൻ്റെ കാരണം ക്രിക്കറ്റ് ബാറ്റാണെന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് എസ്കേപ്പായി. ഒറ്റ ബോളിൽ തന്നെ ഞാൻ ഔട്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതിലേതോ ഒരു ടീം ജയിച്ചു. അതൊന്നും ഞങ്ങളെ ബാധിക്കുന്നൊരു വിഷയമേ ആയിരുന്നില്ല. ഞങ്ങളത് നോക്കിയിട്ടും ഉണ്ടായിരുന്നില്ല. ക്രിക്കറ്റിൻ്റെ ഹാങ് ഓവറൊക്കെ പോയിട്ട് തീർത്തത് പൂളിലാണ്. പൂളിലിറങ്ങി ഒരു ഡാൻസൊക്കെ ചെയ്തപ്പോൾ മൈൻഡ് വീണ്ടും ഒന്ന് ഫ്രഷ് ആയ പോലെ തോന്നി. പിന്നീട് ഡിന്നറിന് ശേഷം എല്ലാവരും കൂടെ ക്യാമ്പ് ഫയറിനായിട്ട് വന്നു. ക്യാമ്പ് ഫയർ നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നൈറ്റ് ആയപ്പോൾ നല്ല തണുപ്പൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ക്യാമ്പ് ഫയറിലേക്ക് കടന്നു.
നോക്കിയതാനും പെൺശകം നിളെ നിളെ പറന്നുയരുന്നു മുളൽ തന്നിന്മടലിലമർന്നു കൂട്ടരത്തു കതർക്കുല കൊത്തൻ കൂട്ടൻ സന്ധ്യക്കു മുമ്പിലണയാൻ. അച്ചമ്മയുടെ നല്ലൊരു കവിതയോടുകൂടെ അന്നത്തെ നൈറ്റ് സെക്ഷൻ അവിടെ അവസാനിച്ചു. ഏർലി മോർണിംഗ് ആയപ്പോൾ ഞങ്ങൾ കുറച്ച് റീൽസ് പരിപാടികളൊക്കെ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ തന്നെ കണ്ടെത്തിയ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് വെച്ചാൽ എന്തിനും ഏതിനും ഞങ്ങൾ റെഡിയാണ്. ഞങ്ങൾക്ക് കഴിയില്ല എന്നൊന്നും ഞങ്ങൾ വിചാരിക്കുകയേയില്ല. എങ്ങനെയെങ്കിലും അത് ചെയ്യണം. റീൽസൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ റിസോർട്ടിനോട് വിട പറയാനുള്ള സമയമായി. അപ്പോൾ പിന്നെ ഒരു ഫോട്ടോ കൂടെ എടുക്കാമെന്ന് എല്ലാവരും കൂടെ പറഞ്ഞു. ഞങ്ങൾ ഇതിൻ്റെ റിവ്യൂ ഒക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. ഒരുപാട് മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ട്രിപ്പ് തന്നെയായിരുന്നു ഇത്. പിന്നീട് ഞങ്ങൾ ഞങ്ങളുടെ പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളുടെ ലാസ്റ്റ് സെക്ഷൻ ഒരു റീലായിരുന്നു. അതോടെ ഈ ട്രിപ്പ് അവസാനിച്ചു. താങ്ക്